പൊന്നു മക്കളെ, ഒരു രക്ഷയില്ല. അടിപൊളി അടിപൊളി ടേസ്റ്റ്. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വ്ളോഗിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഒരുപാട് ദിവസമായിട്ട് കാത്തിരുന്ന ഒരു വ്ളോഗാണ്. അതായത് ഇന്നത്തെ ഒരു വ്ളോഗിൽ ഞാൻ എൻ്റെ ഫേവററ്റ് ഫ്രൂട്ട്സിൻ്റെ ഫാമിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പം ഞാൻ പോയി ആദ്യമേ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഞാൻ റെഡിയാകാമെന്ന് തീരുമാനിച്ചു. ഒരു ഹാഫ് ആൻ അവറേ എനിക്ക് സമയമുള്ളൂ. ആ സമയത്ത് വേണം പോയിട്ട് റെഡിയായിട്ട് തിരിച്ചു വരാൻ. സോ എല്ലാം ടച്ചപ്പ് എല്ലാം ചെയ്തപ്പം ഈ കോലത്തിലായി. ഫ്ലവറൊക്കെ ഉള്ള ഒരു ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചു. നല്ല ചൂടാണ്. അപ്പം നമ്മൾ ജാക്കറ്റും അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇത് നല്ല അടിപൊളി ക്ലൈമറ്റായിരുന്ന കാരണം ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ട് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു. മേക്കപ്പൊന്നും കൂടുതലായില്ലല്ലേ അല്ലേ? അപ്പോൾ നല്ല വെയിലായിരുന്നു ഗൈസ് ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക്. അപ്പം നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മുടെ പുതിയ ആൾക്കാർക്ക് ഞാൻ ആരാണെന്ന് അറിയണ്ടേ? അപ്പോൾ ഒരു ഇൻട്രോ ആയിക്കോട്ടെ അല്ലേ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിബ്ലിങ്സ് അറ്റ് NZ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയാണ്, സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം നല്ല ക്ലൈമറ്റാണ്. സ്പ്രിംഗ് സീസൺ തീരാറായി. അടുത്തത് സമ്മറാണ്. നല്ല വെയിലാണ്, നല്ല ചൂടെടുക്കുന്നു. അപ്പം ഇന്നൊരു ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓഫിൽ എല്ലായിടത്തും ഏകദേശം നടന്നു പോകുന്നത്ര ദൂരെ ഉള്ള എല്ലാം കവറാക്കി. അപ്പം തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥലം കൂടി ബാക്കിയായിരുന്നു, ബെറി ഫാംസ്. അപ്പോൾ ന്യൂസിലാൻഡിൽ എത്തിയിട്ട് ബെറി ഫാംസ് കാണാണ്ടിരുന്നാൽ എങ്ങനെ അല്ലേ? അപ്പം ഞങ്ങളിപ്പോൾ പോകുന്ന ഒരു സ്ഥലമാണ് ബെറികൾ, അതായത് സ്ട്രോബെറീസ്, റസ്ബെറീസ്, ബ്ലൂബെറീസ്, അങ്ങനെ കുറേ ബെറീസിനെ അഗ്രികൾച്ചറായിട്ട് ചെയ്യുന്ന ഒരു ഫാമിലോട്ടാണ് പോകാൻ നിൽക്കുന്നത്. സോ അവിടെ പോയിട്ട് കാണുന്ന എല്ലാ വിശേഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഫോളോ ആൻഡ് ലൈക്ക് പ്ലീസ്. അപ്പോൾ ഞങ്ങൾ വന്ന ബെറി ഫാമിൻ്റെ പേരാണ് ജൂലിയൻ ബെറി ആൻഡ് കഫേ. ഈ ഒരു ഫാമിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ഫാമിൽ ആഴ്ചയിൽ ട്യൂസ്ഡേകളിൽ ക്ലോസ് ആയിരിക്കും. പിന്നെ ഇത് ഓപ്പണിങ് 9 to 4:30 വരെ, അതാണ് അതിൻ്റെ ടൈമിങ്സ്. സോ നല്ല തിരക്കുള്ള സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഞങ്ങളായിരിക്കും ഏറ്റവും ലാസ്റ്റ് എന്ന് വിചാരിച്ചപ്പം. ബിക്കോസ് ഞങ്ങൾ എത്തിയപ്പോഴേ ഒരുപാട് ലേറ്റായിരുന്നു. 4:30 വരെ ഉള്ളൂ. ഞങ്ങൾ എത്തിയപ്പോൾ 4 o'clock ആയിരുന്നു. സോ
സോ ഞങ്ങൾ ഓർത്ത് ആരും കാണൂലെന്ന്, പക്ഷെ നല്ല തിരക്കായിരുന്നു. ഇത് ഫേമസ് ഫോർ ഐസ്ക്രീം, സ്ട്രോബെറിയുടെ മുകളിൽ ഐസ്ക്രീമൊക്കെ ഇട്ട് കഴിക്കുക, ചോക്ലേറ്റ് സിറപ്പ് പിന്നെ ഐസ്ക്രീമൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതും കൂടെ ആ ഒരു എക്സ്പീരിയൻസും കൂടെ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞങ്ങളെല്ലാവരും വന്നത്. ഈ ഫാമിൻ്റെ പേര് ഒന്നും കൂടെ ഞാൻ പറയാം, ജൂലിയൻ ബെറി ആൻഡ് കഫേ എന്നാണ് പറയുന്നത്. ഇത് വക്കറ്റാനിയുടെ തൊട്ടടുത്താണ്. വക്കറ്റാനിയിലും ഈ ചുറ്റുവട്ടത്തുള്ളവർ മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഓരോരോ ബോക്സ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഒരു സ്മോൾ ബോക്സിന് 25, നെക്സ്റ്റ് ഒരു മീഡിയം ബോക്സിന് 35, പിന്നെ കുറച്ച് ബിഗ് ബോക്സ് തരും, ആ ഒരു ബോക്സിന് 45. അപ്പം ഞാൻ പോയ ഫാമിലിയുടെ കൂടെയാണ് പോയത്. അപ്പോൾ ആ ഫാമിലിയുടെ ആൾക്കാർ വാങ്ങിച്ചത് 25ൻ്റെ ഒരു ബോക്സായിരുന്നു. അപ്പോൾ ഞാനും അവരുടെ കൂട്ടത്തിൽ പോവുകയും ചെയ്തു. അപ്പം 25ന് ഇഷ്ടംപോലെ എമൗണ്ട്സ് നമുക്ക് എടുക്കാൻ പറ്റും, എത്ര വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഓൺലി ഫോർ 25, ലൈക്ക് ആ ഒരു ബോക്സിന് നിറച്ച് വെക്കാൻ പറ്റത്തില്ല, അത് എത്ര ലിമിറ്റിൽ വരെ നിറയ്ക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അൺലിമിറ്റഡായിട്ട് നമുക്ക് കഴിക്കാം. ഇതാണ് അവരുടെ ഫോമിൻ്റെ അകത്തുള്ള ഒരു സെറ്റപ്പ്. ഈ ബോക്സാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഇതിനകത്ത് കുറേ പേര് വന്നിരിക്കും, കഴിക്കും. സ്ട്രോബെറി ജ്യൂസ്, ഐസ്ക്രീം, ചോക്ലേറ്റ്സ് വിത്ത് ഫ്ലേവർ, അങ്ങനെ ഇഷ്ടം പോലെ ഫ്ലേവേഴ്സിൽ അവർ സ്ട്രോബെറി സെർവ് ചെയ്യുന്നതായിരിക്കും. സ്ട്രോബെറി മാത്രമല്ല, റസ്ബെറി, ബ്ലൂബെറി എല്ലാം ഉണ്ട്. ഇതെല്ലാം ഓൾറെഡി കുറച്ച് ബെറികളൊക്കെ അവർ ഓൾറെഡി പാക്കാക്കി വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാം, നമ്മൾ പറിക്കുന്നത് അല്ലാണ്ട് തന്നെ. അപ്പം ഇതാണ് അതിൻ്റെ ഒരു പുറത്തത്തെ ഒരു സെറ്റപ്പ്. ആ ഒരു കുടയൊക്കെ കണ്ടില്ലേ, അത് അവിടെ ഇരുന്ന് കഴിക്കുക. പിന്നെ പിള്ളേർ വന്നു കഴിയുമ്പോൾ അവർക്ക് കളിക്കാനുള്ള സ്ഥലമാണ് അത്. സോ ഇതാണ് ജൂലിയൻസ് ബെറി ഫാം ആൻഡ് കഫേ. അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്ത് ഇത് വേലി പോലെ കാണുന്നതാണ് റസ്ബെറിയുടെ, ഇത് സ്ട്രോബെറിയുടെ. ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ് സ്ട്രോബെറിയുടെ ഫാമിലെ എല്ലാ സ്ട്രോബെറികളും. അപ്പോൾ നമുക്ക് ഇനി ബെറി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോകാം. അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കുമെന്ന് കാണിക്കാം. അയ്യോ, ബെറി എല്ലാം പറിച്ചില്ലെങ്കിൽ ഇപ്പം ക്ലോസ് ആവില്ലേ? അടിപൊളി സ്ട്രോബെറീസ്, ഒരു രക്ഷയില്ല മക്കളെ, സൂപ്പറാണ്, സൂപ്പർ, നല്ല ടേസ്റ്റാണ്. ഇവിടെ പഴുത്തതുണ്ട്, മൈൽഡായിട്ട് ചെറുതായിട്ട് പഴുത്തതുണ്ട്. എന്ത് ചുമന്നിരിക്കുന്ന കണ്ടില്ലേ, അടിപൊളിയാണ് സാധനം, അടിപൊളി. ഇപ്പോൾ ഈ ഏരിയയുടെ ചുറ്റുവട്ടത്ത് വക്കറ്റാനിയിൽ, ഈ ഏരിയയിൽ ബേ ഓഫ് പ്ലെൻറ്റിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് വിസിറ്റ് ദിസ് ഫാം. വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇതെൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു ഇങ്ങനെ ബെറി ഫാമിലോട്ട് വരികയാണ്. അപ്പം വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും, ഈ ചുറ്റുവട്ടത്തുള്ളവരെല്ലാവരും വരണം. ഇപ്പോൾ ബെറീസ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സോ സ്ട്രോബെറീസ്, റസ്ബെറീസ്, എല്ലാ ബെറീസും ഉണ്ട്. റസ്ബെറിയിലോട്ട് പോയിട്ടില്ല. സോ നെക്സ്റ്റ് വിൽ ഗോ ടു ദാറ്റ് വൺ. ഓക്കെ, യമ്മി. റസ്ബെറിയുടെ ഫാമിലോട്ട് പോകാം. ഇത്രയും നേരം സ്ട്രോബെറി,
ഇതിനകത്തെല്ലാം മുള്ളുണ്ട്. ഇത് റസ്ബെറിയാണ്, പക്ഷെ മുള്ളുണ്ട് ചെടിക്കകത്ത്. ഇതായി വരുന്നേ ഉള്ളൂ. അപ്പം ഇതിനേക്കാൾ നല്ല ഡാർക്ക് കളർ വരും. ഇതാ ഇത് കണ്ടോ, അയ്യോ നല്ല മുള്ളുണ്ട്. പുളി അപ്പോൾ ഇതായിരിക്കും. ഇതൊന്ന് ട്രൈ ചെയ്യാം. ഇത് നല്ല പഴുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ മറ്റേ ബെറി, ഇനിയൊരു ബെറി ഇല്ലേ, ബ്ലൂബെറി. ഇതാണ് ബ്ലൂബെറി. അപ്പോൾ റസ്ബെറി ഇനി ഒരെണ്ണം വരത്തില്ലെന്ന്, ഒരു ബ്ലൂ കളർ, ബ്ലാക്കിൻ്റെ ഒരു മുന്തിര പോലത്തെ സാധനം. അത് ബ്ലാക്ക്ബെറി. നോബെറി. നമുക്ക് സ്ട്രോബെറി തന്നെ മതി. എനിക്കാണെങ്കിൽ മൊത്തത്തിലെ ബെറികളുടെ കൺഫ്യൂഷനായിരുന്നു, ഏതൊക്കെ ബെറികളാണ് ഉള്ളതെന്ന്. അപ്പോൾ ഉള്ള ബെറികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബെറിയാണ് സ്ട്രോബെറി. അപ്പോൾ നമ്മൾ സ്ട്രോബെറിയിലോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഭയങ്കര പുളിയായിരുന്നു റസ്ബെറി. അപ്പോൾ എനിക്ക് തോന്നുന്നത് മോസ്റ്റ്ലി അത് പഴുക്കാത്തതിൻ്റെയോ അത് എൻ്റെ സീസൺ ഇനി വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അവരുടെ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കുവാണെങ്കിൽ അതിൻ്റെ പെർട്ടിക്കുലറായ ഒരു സമയം കാണിക്കും, അതെപ്പോഴാണ് നന്നായിട്ട് പഴുത്ത് വരുന്നതെന്ന്. ആ സമയത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ സ്ട്രോബെറിയുടെ സമയമാണ്. അപ്പോൾ ഈ സമയം ബെസ്റ്റ് ഫോർ സ്ട്രോബെറി. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ ആനനെ കരിമ്പിൻ്റെ തോട്ടത്തിലോട്ട് വിട്ട പോലെയായിരുന്നു. ഞാൻ ഓടിച്ചാടി പെറക്കി കഴിക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ ആ ഒരു സ്ട്രോബെറി കഴിക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു, ഈ ഫാമിൻ്റെ എങ്ങനെയാണ് പിക്ചറെന്ന്. അപ്പോൾ അതും അല്ലാണ്ട് ഇങ്ങനെ പഴുത്തിരിക്കുന്ന കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് എവിടെയും ഇല്ലാത്ത ഭയങ്കര ആക്രാന്തമായിരുന്നു. അപ്പോൾ ഞാൻ ചാടി കഴിക്കുമായിരുന്നു. എൻ്റെ ദൈവം, എനിക്ക് തന്നെ ചിരി വരുന്നുണ്ടായിരുന്നു എൻ്റെ അവസ്ഥ കണ്ടിട്ട്. സ്ട്രോബെറി അടിപൊളി, അടിപൊളി സ്ട്രോബെറീസ്. ഭയങ്കര ടേസ്റ്റാണേ. ജമീൻ സമയം തീർന്നു. നമുക്ക് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ലേറ്റായി, ഓൾറെഡി 3:30 ആയായിരുന്നു. 3:30 4 o'clock ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. ഇപ്പം 4:30 വരെ ഉള്ളൂ. അപ്പോൾ എത്ര തിന്നാൻ പറ്റും അത്രയും കഴിക്കുക, വയറ് നിറയ്ക്കുക. പിന്നെ ഒരു കൊട്ട എൻ്റെ കൂടെ വന്ന
ഒരു ഫാമിലിയുടെ കൂടെയാണ് ഞാൻ വന്നത്. സോ അവരൊരു കൊട്ട ഫുൾ എടുത്തിട്ടുണ്ട്. സോ അതാണ് ബെറി ഫാംസിൻ്റെ വിശേഷം. അടിപൊളിയാണ്. ഇങ്ങനെ ഒരുപാടുണ്ട് വിശേഷങ്ങൾ. സ്ട്രോബെറീസിൻ്റെ കൂടെ ഐസ്ക്രീമൊക്കെ വെച്ചിട്ട് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയും കൂടെ ഉണ്ട്. അപ്പം ഇനി ഇതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. സോ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ജൂലിയൻ ഫാംസ് ആൻഡ് കെഫെ ഇതിനെ പറ്റി ഇനി അടുത്ത ഒരു വ്ളോഗിൽ ഞാൻ പാർട്ട് 2 ആയിട്ട് ഒരു അടുത്ത വീഡിയോ ഇടുന്നുണ്ട്. അതായത് അതിനകത്ത് നമ്മൾ അവിടെ ആ കെഫേയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഫുഡ് ഐറ്റംസ്, എന്തൊക്കെ ഐസ്ക്രീമാണ്, ചോക്ലേറ്റ് ഫ്ലേവേഴ്സ്, എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് അവൈലബിൾ, അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. സോ അൺടിൽ ദാൻ ബൈ ബൈ, സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽതി. പ്രിയങ്ക from Wakatani.